കുഞ്ഞു മക്കൾ പോലും നമ്മളിത് കൊണ്ടുപോയിട്ട് കഴിക്കുന്നതാണ്. അവർക്ക് നമ്മൾ പരമായിട്ട് ഒരു അസുഖങ്ങളോ ആർക്കും വരരുത്. തീർച്ചയായിട്ടും നല്ലത് തന്നെ കൊണ്ടുപോയി കഴിക്കട്ടെ എന്നുള്ളത് പറയാണ്. റമദാൻ വിപണി ലക്ഷ്യമിട്ടിട്ടാണ് അലി അക്ബർ എന്ന യുവാവ് 13 തരം തണ്ണിമത്തനുകൾക്ക് തൻ്റെ പാടശേഖരത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ ഷമാമുകൾ, ജർജീരി, കക്കരിക്കയും ഇയാളുടെ കൃഷിയിടത്തിലുണ്ട്. മധുരമേറിയതും രാസവളം ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചായിരുന്നു 100 മേനി വിളവ് അലി അക്ബറിന് ലഭിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി കൊളമംഗലത്താണ്. ഈ അലി അക്ബറിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റമദാൻ മാസത്തിൽ നല്ലൊരു ഹെൽത്തിപരമായ റംദാനാവട്ടെ ആണ്. വിഷാംശം ഒട്ടുമില്ലാതെ അലി അക്ബർ തൻ്റെ പാടശേഖരത്തെ വിളയിച്ചെടുത്ത തണ്ണിമത്തനുകൾ ഇയാളുടെ പാടശേഖരത്ത് പോയാൽ തന്നെ നമുക്ക് പറിച്ചെടുക്കാം. അതിന് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് സ്വന്തമാക്കാം. എന്തായാലും നല്ലൊരു ഹെൽത്തിപരമായ റമദാനാവട്ടെ. നല്ല തനി നാടൻ തണ്ണിമത്തനുകൾ തന്നെ വാങ്ങി ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ തായ്ലാൻഡിൻ്റെ 2 വെറൈറ്റികളാണ് ഇതുള്ളത്. ഒന്ന് റെഡ് സ്വീറ്റ് എന്നുള്ള വെറൈറ്റിയാണ്, അതുപോലെ തന്നെ തായ്ലാൻഡ് യെല്ലോ എന്നുള്ള വെറൈറ്റിയാണ്. ഏറ്റവും കൂടുതൽ മധുരം തരുന്ന 2 വെറൈറ്റികളാണ് നമ്മൾ ചെയ്തതിൽ വെച്ചിട്ട്, റെഡ് സ്വീറ്റിയും അതുപോലെ തന്നെ യെല്ലോയും. നമുക്ക് കെണികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കങ്ങനെ സ്പ്രേ ചെയ്യണ ഒരു പരിപാടി നമ്മൾ പറ്റേ ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതലായിട്ടും അധികം ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഇവിടുന്നാണ്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വിഷാംശങ്ങൾ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ കായ്ച്ച പോലുള്ള സാധനങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. ഇതുപോലുള്ള കെണികൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ കെണികൾ സ്ഥാപിച്ച് കഴിഞ്ഞാലുള്ളതാ ഇതുപോലെ നമുക്ക് ഈ കായ്ച്ചകൾ ഇതിൽ വന്നു കൂടും. ഇതിന് പരമായിട്ട് ആളുകൾ പെട്ടെന്നുള്ള ഒരു പരിപാടിക്ക് ചെയ്യുന്ന പരിപാടിയാണ് വിഷാംശം അടിച്ച് കയറ്റുക എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കി